ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഡി പനച്ചിക്കൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മോട്ടിവേറ്റർ, ഇൻസ്പയർ, വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ, എനിക്ക് തോന്നുന്നു എല്ലാ മോട്ടിവേഷൻ പുസ്തകങ്ങളുടെയും ഒരു മുതുമുത്തശ്ശൻ എന്ന് പറയാം ആ പുസ്തകത്തെ. ഇന്നും ആൻട്രപ്രനേഴ്സ് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്ന, മോട്ടിവേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്ന വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ആ പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ പറഞ്ഞിട്ടുള്ള വിജയിക്കുവാനുള്ള 13 നിയമങ്ങൾ വളരെ പ്രസക്തമാണ് കേട്ടോ. ഈ നിയമങ്ങളെല്ലാം അദ്ദേഹം പ്രൂവ് ചെയ്ത് പറയുന്നതാണ്. വളരെയധികം ആളുകൾ പരീക്ഷിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക നിയമ സംഹിതയാണ്. 13 നിയമങ്ങളാണ് നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയിൽ ആ 13 കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ പറയാം, ഇത് 1937 ഇറങ്ങിയ പുസ്തകമാണ് കേട്ടോ. വളരെ ഓൾഡാണ്, പക്ഷേ ഇന്ന് വളരെ റെലവൻ്റാണ്, വളരെ പ്രശസ്തമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു ശക്തമായ സ്ട്രോങ് ഡിസയർ, ശക്തമായ ഒരു ആഗ്രഹം വേണം. എല്ലാവർക്കും അത് വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ വ്യത്യസ്തപ്പെട്ടുകൊണ്ട് വളരെ പ്രസക്തമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഓരോരുത്തർക്കും ശക്തമായൊരു ആഗ്രഹം വേണം. അത് സ്ട്രോങ് ആയിരിക്കണം. അത് എന്താണ് എന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നിയമം, ശക്തമായൊരു ആഗ്രഹം വേണം. ഇനി രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, നമുക്ക് ഉള്ള ശക്തമായ ആഗ്രഹമുണ്ടല്ലോ, അത് നമ്മളുടെ ഈ ജീവിതത്തിൽ സാധ്യമാകും എന്ന ദൃഢമായ വിശ്വാസം, ഫെയ്ത്ത്, നമ്മളിലും ചുറ്റുപാടിലും ലോകത്തിലുമൊക്കെയുള്ള ശക്തമായ വിശ്വാസം വേണം. നമ്മൾക്ക് ഈ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റുമെന്ന ശക്തമായ ഒരു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റിച്ചിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നിയമം ഓട്ടോ സജഷൻ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലായെന്ന് വരികയില്ല. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം നല്ല കാര്യങ്ങൾ മാത്രം. നമ്മുടെ മനസ്സിനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കണം. എന്താണോ നമ്മുടെ ആഗ്രഹം അത് സാധിക്കത്തക്ക രീതിയിൽ, എന്താണോ നമ്മുടെ ലക്ഷ്യം അത് സാധിക്കത്തക്ക രീതിയിലുള്ള ഓട്ടോ സജഷൻ സ്വന്തമായി നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വന്തമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ ശരിയാകും, ഞാൻ ഇന്നതാകും, ഞാൻ അതാകും, ഇതാകും എന്ന് തനിയെ പറഞ്ഞുകൊണ്ടിരിക്കണം, മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും ഓട്ടോ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഈ ഓട്ടോ സജഷൻ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് വളരെ പവർഫുള്ളാണെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുവാൻ ഈ ഓട്ടോ സജഷൻ കഴിയുമെന്നാണ് പറയുന്നത്. നാലാമതായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇമാജിനേഷൻ വേണമെന്നാണ്. ലോകത്ത് 1% ആളുകളാണ് ലോകത്ത് വിജയങ്ങൾ കൊയ്തവരും ലോകത്തെ ഭരിക്കുന്നവരും ലോകം കൈയടക്കി വച്ചിരിക്കുന്നവരും. ഈ 1% ആളുകളെല്ലാം ഇമാജിനേഷൻ്റെ കാര്യത്തിൽ വളരെ ശക്തരായിരുന്നു. എല്ലാ കാര്യങ്ങളും ആദ്യം മനസ്സിലാണ് ഉദിക്കുക, ഒരാശയമായി. പിന്നീടാണ് അത് ഒരു കാര്യമായും ഒരു വസ്തുവാവും ഒരു വിജയവും ഒക്കെയായി നമ്മുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ നല്ല ഇമാജിനേഷൻ പവർ, എന്താണോ നമ്മുടെ ആഗ്രഹം അതിനെ നന്നായി ഇമാജിൻ ചെയ്യുവാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അഞ്ചാമതായി അദ്ദേഹം പറയുന്നു സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ വിദഗ്ധമായ വിദ്യാഭ്യാസം വേണം. ഒരു ഉദാഹരണ സഹിതം പറയാം. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളും അവരുടെ സാമാന്യ, അതായത് +2 അത് അങ്ങനെയുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിനങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ബ്രോഡായിട്ടൊരു കോഴ്സിനങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയും ഉണ്ടാകുന്നു. നേരെ മറിച്ച് നമ്മളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സിനാണ് പോകുന്നതെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദിവസവും അയാളുടെ ലക്ഷ്യം എങ്ങനെ പൂർത്തീകരിക്കാം എന്നതിനെപ്പറ്റി കുറച്ച് ഐഡിയയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ആ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ എങ്ങനെ ആ ലക്ഷ്യം പൂർണ്ണതയിൽ എത്തിക്കാമെന്ന പൂർണ്ണമായൊരു ഐഡിയ അയാൾക്കുണ്ടായി കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണോ നമ്മളുടെ ആഗ്രഹം അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ്, അതുമായി ബന്ധപ്പെട്ട ആ ജ്ഞാനം നേടുക. ചുമ്മാ എല്ലാം ഇങ്ങനെ പഠിച്ചു പോകാതെ ആ സ്പെഷ്യലൈസ്ഡ് നോളജിലേക്ക് പോവുക. അത് നമ്മുടെ ലക്ഷ്യം പെട്ടെന്ന് നമ്മളെ പൂർത്തീകരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് നോളജ് നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് റെൻറ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് സ്പെഷ്യലൈസ്ഡ് നോളജുള്ള കുറേ ആളുകൾ ഈ ലോകത്തുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ച് പഠിക്കുകയും ആവാം എന്ന് പറയുന്നു. ആറാമതായി അദ്ദേഹം പറയുന്നത്, എന്താണോ നമ്മുടെ ആഗ്രഹം അതനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുക. ഒരു ദിവസം കുറേശ്ശെ സ്റ്റെപ്പുകൾ അനുസരിച്ച് കുറേശ്ശെ സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങിയേ പറ്റൂ. ഏഴാമതായി അദ്ദേഹം പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. നമുക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയും നമ്മൾ പറയും 5 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എണീക്കുവാനായിട്ട് നമ്മുടെ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ആ സ്നൂസ് ബട്ടൺ ഞെക്കി വയ്ക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് എണീക്കാം, 10 മിനിറ്റ്, എല്ലാം മാറ്റി വയ്ക്കാനുള്ളൊരു ടെൻഡൻസി. ഇതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷനെ മാസ്റ്റർ ചെയ്യുക.
നമുക്ക് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളതിനെ മാസ്റ്റർ ചെയ്യുക, നമ്മുടെ മൈൻഡ് കൊണ്ട് അതിനെ തടയുക. അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത് കഠിനാധ്വാനം. കഠിനാധ്വാനം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നില്ല. നമ്മുടെ ആഗ്രഹം എന്താണോ അതിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ബ്രെയിനിനെയും ശരീരത്തെയും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പോകണമെന്നല്ല, നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിനുള്ള ക്ലവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായി അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓരോരുത്തരെയും നയിക്കുന്ന പല ഘടകങ്ങളുണ്ടല്ലേ. ചിലർക്ക് പണക്കാരനാവണമെന്നുള്ളതാവാം, ചിലർക്ക് പ്രശസ്തിയാവാം, ചിലർക്ക് നല്ല കാറാവാം, ഭവനമാവാം, എന്തുമാവാം. അപ്പോൾ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന, നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഫോഴ്സ് ഏതാണെന്ന് നമ്മൾ തീർച്ചയായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത അദ്ദേഹം പറയുന്നത് സ്റ്റിമുലകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയാവോ? നമ്മളെ നെഗറ്റീവായും പോസിറ്റീവായും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം കൂടെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി പഠിക്കണം ഏതൊക്കെയാണ്, എന്നിട്ട് നെഗറ്റീവായതിനെ മാറ്റിവെച്ചിട്ട് പോസിറ്റീവായ കാര്യങ്ങളെ നറിഷ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവർക്ക് ബലം കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് തീർച്ചയായും കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അടുത്തതായി അദ്ദേഹം പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ഭാഗം നമ്മളറിയാതെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ സബ് കോൺഷ്യസ് മൈൻഡ്, അതൊരു പ്രശ്നമാണല്ലേ. നമ്മളറിയാതെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നാൽ ആ ഭാഗത്തെ നമ്മൾ അങ്ങനെ അഴിച്ചു വിട്ടാൽ പറ്റുമോ? ഇല്ല. എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് അറിയുകയുമില്ല. സബ് കോൺഷ്യസ് മൈൻഡിനെ സസൂക്ഷ്മം നിരീക്ഷിക്കണം. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സസൂക്ഷ്മം പഠിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കറിയില്ല നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡിസ്ട്രക്റ്റീവ്, നമ്മളെ നശിപ്പിക്കാനുള്ള ചിന്തകളാണോ ഉള്ളത്, നമ്മളെ ഉയർത്താനുള്ള ചിന്തകളാണോ ഉള്ളതെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കണം. പറ്റുമെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കണം നമ്മുടെ ഒരു ദിവസം ചിന്തകൾ, അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ. സബ് കോൺഷ്യസ് മൈൻഡിനെ നിരീക്ഷിച്ചിട്ട് നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ സജഷൻ ഇല്ലേ, സ്വയം പറയുന്ന രീതി, അതുപയോഗിച്ച് നെഗറ്റീവ് കാര്യങ്ങളെ മാറ്റിക്കളയണം. അങ്ങനെ ദിവസവും ഫിൽട്ടർ ചെയ്ത് അരിച്ചരിച്ചെടുക്കണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ. സസൂക്ഷ്മം നിരീക്ഷിക്കണം നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തത് അദ്ദേഹം പറയുന്നത് സ്റ്റേ ട്യൂൺഡ്. നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്ത് നിന്ന് നമുക്ക് തോട്ടും ഇൻഫർമേഷനും ഐഡിയകളും അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നമുക്കിതിനെയൊന്നും കാണാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമ്മൾ വിജിലൻ്റ് ആണെങ്കിലോ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പുറത്തുനിന്നുള്ള ചിന്തകളെയും അഭിപ്രായങ്ങളെയും ലക്ഷ്യങ്ങളെയും അവസരങ്ങളെയും ഒക്കെ, നമുക്ക് വരുന്ന അപകടങ്ങളെയും ഒക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സ്റ്റേ ട്യൂൺഡ്, അലേർട്ടായിട്ടിരിക്കണം, നല്ല ശ്രദ്ധയോടുകൂടിയിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മളൊരു സ്വപ്ന ലോകത്തോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലോ ഇമോഷണൽ അഡിക്റ്റോ അങ്ങനെയൊന്നും ആവരുത്. നല്ല വൃത്തിയായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് 100% എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നയാൾ വിചാരിക്കരുത് ഏത് സമയത്തും വിജിലൻ്റ്. അങ്ങനെയല്ല, കഴിയുന്നത്രയും സമയം ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് തോട്ട്സും ഒക്കെ വരും. അതൊരു നേച്ചറിൻ്റെ ഭാഗമാണ് അല്ലേ. നമ്മുടെ പ്രകൃതി നമുക്ക് അങ്ങനെ തരുന്നതാണ്. അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് കളയുക. ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്നത് സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ് വികസിപ്പിച്ചെടുക്കണം. എല്ലാ കാര്യങ്ങളെയും അല്ല, നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കണം. പതിയെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി കാണുവാനുള്ളൊരു കഴിവ് നമ്മുടെ തലച്ചോറും, ഇതൊരു മാജിക്കോ മായയോ ഒന്നുമല്ല, നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ളൊരു ശക്തിയാണ് കേട്ടോ. തലച്ചോറിൻ്റെ ഒരുതരം വികാസമാണ് കേട്ടോ, തലച്ചോറിൻ്റെ ഒരുതരം ശക്തി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പല ഐഡിയകൾ അദ്ദേഹം പറയുന്നുണ്ട്. മെഡിറ്റേഷനൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് അതിനകത്ത്. എന്തുമായിക്കൊള്ളട്ടെ, നമുക്കതൊക്കെ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളെപ്പോഴും
വരുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് ലോകത്ത് 1% അവരാണ് ലോകം ഭരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും നിങ്ങൾ റിച്ചിലേക്ക് പോകുന്നത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ച ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. യു ഹാവ് എ വണ്ടർഫുൾ ഡേ.